അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല് അലിവിൻ്റെ നീരിനായി തേടും ഈ വേഴാമ്പല് ഓരോരോ കാലടി കബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ. ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ചെറിയ സുഖേടും ഉണ്ട് കേട്ടോ. നല്ല പനിയൊക്കെ കഴിഞ്ഞിട്ടോ. പനിയൊക്കെ ആയി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോൾ ഒന്നവിടെ ഒരു മണിക്കൂറോളം നമുക്ക് അവിടെ കിടക്കേണ്ടി വന്നിട്ടോ, ട്രിപ്പൊക്കെ കയറ്റി. അപ്പം മാറുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം നമുക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും പോക്കും വരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ അനിയൻ്റെ വീടിന് ഒരു കുറ്റി അടിക്കുന്നുണ്ട് കേട്ടോ. കുറ്റിമല എത്തിയിട്ടുണ്ട്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അത് എത്രയും പെട്ടെന്ന് വീടൊന്ന് പൂർത്തിയായി കിട്ടണം. അടുത്തൊരു നോമ്പാകുമ്പോഴത്തിന് വീടെങ്കിലും ആവാൻ വേണ്ടി കണ്ട് ആത്മാർത്ഥമായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാളായാലും രണ്ടാളായാലും ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവർക്കും, വീടില്ലാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക. ആരെ പ്രാർത്ഥനയാണ് അള്ളാഹ് കേൾക്കാമെന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് തലേന്നേ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത്താത്തൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ കോഴിക്കോട്ട് നിന്ന് ഈ 9 മണിക്കാണ് കേട്ടോ കുറ്റിയടിക്കുന്നത്. ആ ടൈം ആകുമ്പോഴത്തേന് ഞാൻ എത്തൂല. ഇപ്പോൾ ഇമ്മ ഇവിടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഏതിനും തലേന്നേ അങ്ങോട്ട് വരും. ഇപ്പോൾ ഇവിടെ തന്നെ കുറ്റിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാം, എൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ കുറ്റിയടിച്ചത് എന്ന് പറയും. ഇമ്മ ഇപ്പം കുറേ ആയല്ലോ, എൻ്റെ മോനക്ക് വയ്യാതായ അന്ന് മുതലേ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കുറ്റിയൊക്കെ അടിച്ചുകാണ്ട് നമ്മൾ ഉമ്മാനായിട്ട് പോവുകയാണ്. ഇനി ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇമ്മ അതുപോലെ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പഠിച്ചവൻ വിധി കൂട്ടട്ടെ. ഉമ്മക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ ഇടങ്ങാറാണ് കേട്ടോ. ഉമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും കരി, ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കരി, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇത്താത്തൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇക്കാക്കാൻ്റെ മോന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, വണ്ടിയൊക്കെ ആയിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ കുളിക്കുന്നുണ്ട്. ഓള് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശക്ക് ഇന്നലെ തന്നെ തലേന്നേ നല്ല അടിപൊളി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സാമ്പാറൊക്കെ കൂട്ടി നമ്മളിതാ ഇക്കാക്കാൻ്റെ വീടുണ്ട് കേട്ടോ തൊട്ടടുത്ത്, നമ്മളെ തറവാട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ഓരോ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓന് വന്ന് നമ്മളെ കൂട്ടി കൊണ്ടുപോവാണ്. എൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ എൻ്റെ മൂത്ത മോനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വപ്നമാണല്ലോ അല്ലേ ഒരു വീട്. അപ്പം അങ്ങനെ ഞമ്മക്കൊന്നും ആദ്യമായിട്ട് എനിക്കാണ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഒരു പഴയ വീടായാലും നമുക്ക് ഫസ്റ്റ് വീടായത് എനിക്കാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ താത്താക്ക് ഇപ്പം അടുത്താണ് ആയത്. അതുപോലെ തന്നെയാണ് എൻ്റെ വലിയ കാക്കാക്കും ഇപ്പം അടുത്ത് തന്നെയാണ് വീടായത്. ഇനിയിപ്പോൾ ഇതാ ഇവനക്കും കൂടെ ആവണം. അങ്ങനെ എല്ലാവർക്കും വീടായാൽ ഒരു സമാധാനമാണല്ലോ അല്ലേ. വീടെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു സമയമുണ്ടല്ലേ. നമ്മൾ എന്ത് പറഞ്ഞിട്ടും എന്താക്കിയിട്ടും കാര്യമില്ല. അപ്പം എൻ്റെ മോൻ വരുന്ന വീഡിയോസ് എടുത്താണ്ട് ബാക്കിൽ എൻ്റെ മോൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഓനാണ്. അപ്പോൾ ഓന് പറയുന്നുണ്ട്, ഇമ്മ ഇനിയിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോനാണ് ആ വരുന്നതെന്നൊക്കെ പറയും. അവർക്ക് എൻ്റെ സംസാരമൊന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നല്ല പറയും, എൻ്റെ തെക്കുടുവാണ് ഞാൻ പറയാം, എൻ്റെ ചക്കര എന്നാണ് ഞാൻ പറയലെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചിരിട്ടോ. അപ്പോൾ ഇഷ്ടമില്ലായി ഒന്നുമില്ല കേട്ടോ, നമ്മളെ വർത്താനം ഇങ്ങനെയൊക്കെ തന്നെ. അപ്പം ചില സമയത്ത് പറയാം, അത് ഇമ്മാൻ്റെ ഒരു അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇമ്മേൻ്റെ ഇടയിൽ നല്ല കുരയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇങ്ങനെ നിർത്തി കൊടുക്കുന്നുണ്ട് തുപ്പാൻ. നമ്മൾ കവർ എടുക്കാൻ മറന്നു പോയിട്ടോ. കവർ എടുക്കാൻ മറന്നിട്ടില്ല, കവറൊക്കെ പാക്കൊക്കെ ചെയ്ത് ബാഗായിട്ട് ഞാൻ ഒന്നായിട്ട് ഉമ്മാൻ്റെ ഡ്രസ്സും ഒക്കെ ഞാനൊരു ബാഗിലിട്ടതാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ബാഗൊക്കെ ആയിട്ട് വരാനാണ് ഇനി വിചാരിച്ച്, അവിടെ നിന്ന് നേരിട്ട് പോകാനാണ് ഇനി വിചാരിച്ച്. അപ്പോൾ അതിലൊക്കെ ഇട്ടപ്പോൾ താത്ത പറഞ്ഞ്, ഏതായാലും എനിക്ക് ഇങ്ങോട്ട് വരണമല്ലോ, അപ്പോൾ ആ വണ്ടിയിൽ ഇതിലൂടെ വന്നാൽ ഞാനിവിടെ എത്തി, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബാഗ് അവിടെ വെച്ച് പോയി. അപ്പോൾ അതിലാണ് കവറൊക്കെ കേട്ടോ. ഉമ്മാക്കിങ്ങനെ AC ഒന്നും പറ്റൂല, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു കുര ഉണ്ട് കേട്ടോ, അല്ലെങ്കിലും AC പറ്റൂല. അപ്പം തുടങ്ങും ഉമ്മാക്ക് കുര. അപ്പോൾ കവർ ആ ബാഗിലായിപ്പോയി, ഓളെ വീട്ടിൽ വെച്ച്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവന് വണ്ടി നിർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് ഇങ്ങനെ കുരച്ചാൽ ഓക്കാന വരും. ഒരു തുള്ളി തുപ്പലാണെങ്കിൽ അത് ഇറക്കൂല കേട്ടോ. നമ്മൾ സാധാരണ തുപ്പലാണെങ്കിലും ഇറക്കൂല, തുപ്പണം, അല്ലെങ്കിൽ ഓക്കാന വരും. അങ്ങനെയൊക്കെയാണ്.
ഇക്കാക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ സ്ഥലം. അപ്പം അവിടെയാണ് കുറ്റിയടിയൊക്കെ. അപ്പം എൻ്റെ ചെറിയ നാത്തൂൻ്റെ ഉപ്പിയും എൻ്റെ ഇക്കാക്കി എൻ്റെ മക്കളും ഇക്കാക്കാൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഉസ്താദും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്താത്താൻ്റെ മറൂന്ന് ഇങ്ങനെ നിന്ന് ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉസ്താദത്തെ കാണണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഓള് കാര്യമായിട്ട് എന്തൊക്കെയോ ചെല്ലുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, എത്രയും പെട്ടെന്ന് വീടൊക്കെ ആവാൻ വേണ്ടിക്കാണ്ട് പഠിച്ചോന് വിധി കൂട്ടട്ടെ എല്ലാവർക്കും, വീടില്ലാത്തവർക്കൊക്കെ. പിന്നെ എല്ലാവരും ഓരോ കുറ്റിമ്മലൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ അങ്ങനെ കുറ്റി അടിച്ചിട്ടോ. ബാക്കി പിന്നെ ആണ് കേട്ടോ പണികളൊക്കെ. പിന്നെ അതാ നല്ല അടിപൊളി എരിവിൻ്റെ അല്ല നല്ല മധുരത്തിൻ്റെ വറുത്തായിക്കട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ തിന്നിട്ടില്ല കേട്ടോ. അത് മധുരത്തിൻ്റെ ഒരു വേറൊരു കളറാണല്ലോ അത്. അപ്പോൾ അലുവ നമ്മൾ സാധാരണ വറുത്തായിക്കുക, പിന്നെ കേക്ക്, പിന്നെ അതാ നമ്മളെ ചട്ടിപ്പത്തിരി, പിന്നെ നെയ്യപ്പം, പിന്നെ മിച്ചർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനിയിട്ടും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉസ്താദ്മാർ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ഒരു ഉസ്താദുള്ളൂ. അപ്പോൾ ആ ഉസ്താദ് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിക്കാണ്ട് വരികയാണ്. അപ്പം നമ്മൾ ടേബിൾ മേലൊക്കെ ഇങ്ങനെ റെഡിയാക്കി. പിന്നെ അതാ നമ്മൾ ഉസ്താദൊക്കെ പോയപ്പോൾ പിന്നെ നമ്മളെ പരിപാടിയായിട്ടോ. അപ്പോൾ നല്ല പുട്ടും ചെറുപയർ കറിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഇരുന്ന് തിന്ന്. ഞാൻ പുട്ടൊന്നും തിന്നിട്ടില്ല. ഈ ഒരു വറുത്തായിക്കാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം എൻ്റെ കാക്കാൻ്റെ മോള് പറയും നിങ്ങൾ ഇതുവരെക്കും തിന്നില്ലേന്ന്. കണ്ട് നല്ലാണ്ട് തിന്നിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ടായിന് കേട്ടോ. അതാ അപ്പോൾ തന്നെ പിന്നെ അവിടെ അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ കുറ്റിയടിച്ച സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറൊക്കെ തിന്നാനുള്ള പുറപ്പാടാണ്. ചോറൊക്കെ പിന്നെ നമ്മളെ സാധാ ചോറല്ലേ, നല്ല അടിപൊളി ചോറാണ്. നമുക്ക് പിന്നെ അതൊക്കെ പറ്റുള്ളൂ കേട്ടോ. നല്ല മാന്ത ഉണക്കലിട്ടതാണ് കണ്ടില്ലേ, നല്ല അടിപൊളി മാന്ത ഉണക്കൽ. ആ കൂട്ടിക്കാണ്ടൊക്കെ നമ്മൾ പള്ള നിറച്ചും ചോറ് തിന്നിട്ട്. പിന്നെ മത്തൻ്റെ ഇല താളിപ്പ്, പിന്നെ പയറ്, പിന്നെ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെന്താണ് പിന്നെ മത്തൻ വേറൊന്ന് താളിച്ചത്, മത്തനുണ്ടല്ലോ, മത്തൻ്റെ ഇല അല്ലാത്ത മത്തൻ, അത് താളിച്ചത്, മത്തൻ്റെ ഇല താളിച്ചത്. പിന്നെന്താണ് മാന്ത മുളകിട്ടത് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട് മാഷാ അല്ലാ. നമ്മളെ കണ്ടാൽ ആൾക്കാർ അതേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഒരു ബിരിയാണിയും അതും ഇതൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ചോറൊക്കെ തിന്നുകാണ്ട് നമ്മളിതാ വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ. കുട്ടി ഉണ്ടായിട്ട് നമ്മുടെ വണ്ടിയിൽ. അപ്പോൾ വണ്ടി കയറിയ പാടന്നെ മുപ്പത്തി ഉറങ്ങിപ്പോയിട്ട് നമുക്ക് വണ്ടി എടുത്താൽ അപ്പം വണ്ടി കയറണം. അപ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് നല്ല ഉറക്കാട്ടോ. അതും കഴിഞ്ഞ് നമ്മളെ മത്തൻ്റെ ഇല നമ്മൾ ഒന്ന് പോവല്ലേ, മാനായിട്ട് പോവല്ലേ. അപ്പോൾ പിന്നെ മത്തൻ്റെ ഇല പറിക്കുകയാണ് കേട്ടോ. ഒരുപാട് മത്തൻ്റെ ഇല കവറിലാക്കുമ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറയണില്ല കേട്ടോ. അപ്പം എന്നോട് എൻ്റെ അടുത്താത്ത് വയ്ക്കാൻ എനിക്ക് വേണ്ടാന്ന് മതി എന്നൊന്നും ഇജ്ജ് പറയാത്തത് എന്താണെന്ന് വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ പറയില്ല, ഇജ്ജ് പറിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കവർ നിറച്ചും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ദിവസം മത്തൻ്റെ ഇലയൊക്കെ ഉപ്പേരി വെച്ച്, പിന്നെ മത്തൻ്റെ ഇല കൂട്ടാൻ വെച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളെ അയൽവാസിനെ തന്നെ നമ്മൾ താത്താൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വയ്യൊക്കെ അറിയണതുകൊണ്ട് അവർ വന്ന് നമ്മളെ കൂട്ടി മാഷാ അല്ലാ അൽഹംദുലില്ലാ ഉമ്മാനായിട്ടൊക്കെ വന്ന് ഇവിടെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.